കഴിഞ്ഞ ഒരാഴ്ച മൊത്തം സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരുന്നു ദിയയുടെ അശ്വിൻ്റെ ആ ഒരു കല്യാണം റിലേറ്റഡ് വീഡിയോസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് അവർ കല്യാണത്തിന് ഒരാഴ്ച മുന്നേ ആണെങ്കിൽ ഹാപ്പി ഫ്രെയിംസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പാർവതിക്ക് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്തിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് റിയാക്ട് ചെയ്തത്. അപ്പോൾ അതിനകത്തിൽ ദിയ അശ്വിനും പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. സത്യം അല്ല, എനിക്കൊന്നും ഇയാളെ ജസ്റ്റ് പേര് കേട്ട പരിചയം മാത്രമേ ഉള്ളൂ. ഇയാൾക്ക് ഒരേ ടേബിൾ തന്നെ ഇരുന്നത്. ഞാൻ ഇടയിൽ എവിടെ ഇരിക്കുമായിരുന്നു, ഒരേ സ്ഥലത്ത് ഇരുന്നിട്ട് പോലും നമ്മൾ സംസാരിച്ചിട്ടില്ല, ഹായ് പറഞ്ഞിട്ടില്ല, തമ്മിൽ നോക്കി ചിരിച്ചിട്ട് പോലും. അങ്ങനെ എനിക്ക് പറ്റിയ ഇയാളെ എനിക്ക് പോയാൽ മതിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അവിടെ വരുന്നത്. മറ്റേ ഒന്ന് ഇവനെയൊക്കെ ആരിവിടെ വിളിച്ചത്, അങ്ങനെയാണ് എന്റെ മൈൻഡിലെ. ഇവനും എന്റെ അടുത്ത് ഒരു താല്പര്യമില്ല. സാധാരണ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില പയ്യന്മാർ നടന്റെ മോള് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പൊ അത് നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാമല്ലോ എന്തിനാണ് വരുന്നത്, നമുക്ക് അറിയാം. അച്ഛനെ അറിയാവുന്നതുകൊണ്ട് വരുന്നത്. പക്ഷെ ഇയാൾക്ക് അങ്ങനത്തെ ഒരു എന്നെ അറിയില്ല, എന്റെ അച്ഛനെ അറിയില്ല, ഒന്നും അറിയില്ല. ആ രീതിയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. മുട്ടൻ ചാടുകയായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ അറിയത്തില്ല, ഞാൻ എന്തിനാണ് മൈൻഡ് ചെയ്യണം, ആ രീതിക്കാണ് അവിടെ ഇരുന്നത്. എന്റെ മുഖത്തോട്ട് നോക്കിയില്ല. പക്ഷെ ഒരു വിധത്തിൽ എനിക്ക് അങ്ങനെയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് എന്താ പറയുക, അവർക്ക് എന്നെ കൊണ്ടൊരു എന്താ പറയുക ഒരു നേട്ടം അത് കണ്ടുകൊണ്ട് വന്ന് സംസാരിക്കുന്നില്ല. അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫൈ ഗോ ദർ ഫ്രണ്ട്ഷിപ്പ് ആവാം. പക്ഷെ അല്ലാതെ ഇങ്ങോട്ട് വന്ന് സംസാരിച്ച് ഓവർ ആവുന്നവരെ എനിക്ക് പൊതുവെ വലിയ താല്പര്യമില്ല. ഐ മീൻ അങ്ങനെ ഇഷ്ടം. ഞാൻ പൊതുവെ അങ്ങോട്ട് സംസാരിക്കുന്ന ആൾ തന്നെയാണ്. പക്ഷേ എനിക്കിങ്ങനെ ആവശ്യമില്ലാതെ എൻ്റെ അടുത്ത് വന്നൊരു എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി സംസാരിക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഹി നെവർ ട്രൈഡ് ദാറ്റ്. So for that thing I always respected him as a human being. എന്നെ വന്ന് അനാവശ്യമായിട്ട് ശല്യപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, ഇതിനകത്ത് ദിയയും അശ്വിനും തമ്മിൽ ആദ്യമായിട്ട് ഇവർ റിലേഷൻഷിപ്പിൽ എങ്ങനെ ആയി എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത്. ഇതിനകത്ത് ദിയ പറയുന്നൊരു തിങ്ങുണ്ട്, അതായത് ഫെയിം ബേസിൽ, അതായത് എൻ്റെ അച്ഛൻ, കൂടുതൽ ആൾക്കാരുമാണെങ്കിൽ ദിയയെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ വരുന്നത് അച്ഛൻ ബേസിലായിരിക്കും. ഇപ്പം ദിയയുടെ അച്ഛനെ അറിയാവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ അശ്വിൻ ഈ പറയുന്ന പോലെ ആ ഒരു ബേസിൽ, ഫെയിം ബേസിൽ അങ്ങനെ വന്നിട്ട് ശല്യപ്പെടുത്തുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഒരു ടിക്ടോക്ക് ഒക്കെ ബാൻ ആയതിനു ശേഷം അത്യാവശ്യം ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സംഭവമായിരുന്നു പലരുടെയും റിലേഷൻഷിപ്പ് ഫെയിം നോക്കിയിട്ട്, ഫോളോവേഴ്സ് കൗണ്ട് നോക്കിയിട്ടുണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പം ഇവരുടെ കേസിൽ ഇവർ ഫിലിം സ്റ്റാർസ്, സിനി ആർട്ടിസ്റ്റ് ആ ഒരു രീതിയിലേക്ക് പോകും. പക്ഷേ ഇതല്ലാതെ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു ഫെയിം സംഭവം പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഇതായിട്ട് പറയണത്. കാര്യം പലരുടെയും ഇപ്പം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ ആണെങ്കിൽ ഫോളോവേഴ്സ് കൗണ്ടും ഫെയിമും നോക്കിയിട്ട് പ്രേമിക്കുന്ന കുറച്ച് ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയിൽ പിന്നീട് ഇവർ ഈ വീഡിയോസ് നിരന്തരം ഇടുന്ന കാണുമ്പോഴാണെങ്കിൽ നമുക്ക് പല ആൾക്കാർക്കും മനസ്സിലാകുന്നുണ്ട്, ഫെയിം ബേസ് നോക്കിയിട്ട് പ്രേമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ മോശമായിട്ടോ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ നാളെ ഒരു സമയത്ത് ഈ ഫെയിം എന്ന് പറയുന്ന സാധനം ഇല്ലാണ്ടാവുമ്പോൾ, നമ്മൾ ടിക്ടോക്ക് ബാൻ ചെയ്ത പോലത്തുള്ള ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഇപ്പം ഈ ഒരു സോഷ്യൽ മീഡിയ ഈ ഒരു ഫേസിലും അങ്ങനെ ഒരു ബാനോ കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കിന് ഈ ഫെയിം നാളെ നഷ്ടപ്പെടുമ്പോൾ ഈ പ്രേമം അതിൻ്റെ ഒപ്പം ഇവർക്ക് നഷ്ടപ്പെടുകൂടെ. കാര്യം ഇപ്പോഴും ഞാൻ ഇത്ര ഇതേ പുള്ളി ഇത് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴും എൻ്റെ ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിലാണെങ്കിലും ഫെയിം നോക്കിയിട്ട് ഈ പറയുന്ന പ്രേമം കാര്യങ്ങളൊക്കെ നോക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് ഒക്കെ ചെയ്ത് ഫെയിം ആവുക എന്നൊക്കെ പറയുന്ന പരിപാടി കാര്യങ്ങളൊക്കെ അറിയാലോ. ഇപ്പോൾ കൂടുതലും സിനി ആർട്ടിസ്റ്റ് എന്ന നിലയിലേക്കാൾ കൂടുതൽ കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തുന്നത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ ഫേസ് തന്നെ ആയിരിക്കുമല്ലോ. അപ്പം അത് നോക്കിയിട്ട് പ്രേമിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എനിക്ക് ഓൾ അറ്റൻഷൻ ഉണ്ടല്ലോ, ഇപ്പൊ എനിക്ക് അതാണ് ടെൻഷൻ. അതെ, ഇപ്പൊ ഇവൻ ഇപ്പൊ അങ്ങനെ വന്ന് പറയുന്നവരുടെ ആരുടെ ഒരു പരിധിക്കപ്പുറം ഇവൻ ഇങ്ങനെ കോംപ്ലിമെന്റ്സ് എടുക്കത്തില്ല. ബിക്കോസ് ഇവനും ഇത്ര നാൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടില്ലേ, ഇപ്പൊ എന്തിനാ കണ്ട എന്നെ ദിയയുടെ കൂടെ നിൽക്കുന്നുണ്ടോ? അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഫേക്ക് അറ്റൻഷൻ ഇയാൾക്ക് ഒരു താല്പര്യമില്ല. ഈ ഡസൻ എന്റർടൈൻ ദാറ്റ്. അപ്പൊ എല്ലാവരോടും താങ്ക് യു പറഞ്ഞങ്ങ് പോകും. പക്ഷേ അതിന് ഈ ഡസൻ ടേക്ക് ഇറ്റ് ടു ദ ഹാർട്ട്. അവർ പറയുന്ന കോംപ്ലിമെന്റ് ഓക്കെ, ഞാൻ ഭയങ്കര സുന്ദരൻ, ഓ താങ്ക് യു, അഥവാ എടുക്കാറില്ല. ഹീസ് ലൈക്ക് ഐ നോ വൈ യു ആർ ടെല്ലിംഗ്. ഈ ആറ്റിറ്റ്യൂഡിലാണ് ഹി ബിഹേവ്. അതെ, കാര്യം ഇപ്പം ദിയയുടെ ലവറാണ് അല്ലെങ്കിൽ ദിയയുടെ ഭർത്താവാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ഇപ്പം പല ആൾക്കാരും വന്നിട്ട് അപ്രോച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും എനിക്ക് വേണ്ട. കാര്യം നിങ്ങൾ ഇപ്പം ഇത്രയും നാളെ നിങ്ങളാരും എൻ്റെ അടുത്ത് സംസാരിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനോ കാര്യങ്ങൾ ഒരു കാര്യത്തിന് നിങ്ങൾ കംപ്ലൈൻറ്റ് ചെയ്യാനോ ഒന്നിനും വന്നിട്ടില്ല. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം എവിടെയോ കിടന്ന് അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്താണെങ്കിൽ ഇപ്പോൾ ആൾക്കാർ അപ്രോച്ച് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ദിയ എന്ന് പറയുന്ന ഒറ്റൊരാളുടെ പേരിൻ്റെ ബേസിലായിരിക്കും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സെയിം ബേസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് ഞാൻ മുമ്പ് വീഡിയോസിനകത്തോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്കറിയാം. കാര്യം ഈ ഒന്നും ഇല്ലാതിരുന്ന ടൈമിൽ, മീൻസ് ഞാൻ എൻ്റെ കേസ് പറയാന്നുണ്ടെങ്കിൽ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ എന്നെ ഒരു മീൻസ് അവിടെയുള്ള അത്യാവശ്യം ആൾക്കാരായിട്ട് കമ്പനി ആയിരുന്നു. എന്നിരുന്നാൽ പോലും ചില ആൾക്കാർ നമ്മളെ പട്ടിയുടെ മൈൻഡ് പോലും കാണിക്കാൻ നടന്നിരുന്ന ചില ആൾക്കാരുണ്ട്. പിന്നീട് നമ്മൾ ഈ പറയുന്ന ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളൊരു ആങ്കറിങ് മേഖലയിലോട്ടൊക്കെ വന്ന് കുറച്ച് ആൾക്കാരിലേക്കൊക്കെ എത്തി. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ ഫേസ് കുറച്ച് ആൾക്കാരിലോട്ട് എത്തി. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയപ്പോഴത്തേക്കിന് ഇന്നലെ വരെയാണെങ്കിൽ എന്നെ കണ്ട പട്ടി മൈൻഡ് പോലും കാണിക്കാതിരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് പല ആളുകളുടെ അടുത്ത് അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടുള്ള പല ആൾക്കാരുണ്ട്.
ഈ ആളുകളൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സോഷ്യൽ മീഡിയ ഫേസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബാക്കിയുള്ള മീഡിയാസിലെ ഫേസ് വാല്യൂ കുറച്ച് അപ്പായി എന്നുള്ള രീതിയിൽ കണ്ട് അങ്ങനെ പിന്നീട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് അങ്ങനെ തോന്നി. അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കിന് ജസ്റ്റ് ചിരിക്കുക, കാര്യം എന്നിട്ട് ഈ പറയുന്ന പോലെ അശ്വിൻ്റെ ഇതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ നിൽക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. കാര്യം ഇന്നലെ വരെ ആണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും എന്നെ ഈ പറയുന്ന പോലെ അറിയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പറയുന്ന പോലെ എൻ്റെ അടുത്ത് സംസാരിക്കാനോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇന്ന് നിങ്ങൾ സംസാരിക്കാൻ വരുന്നത് ദിയ എന്ന് പറയുന്ന ഒരാളുടെ ഒരൊറ്റ പേരിലാണ്. അപ്പൊ അതിനെ ഇത്രയും നല്ലൊരു ആറ്റിറ്റ്യൂഡിൽ തന്നെ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് വളരെ നല്ല കാര്യം തന്നെ. ടു ബി വെരി ഓണസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ അറ്റൻഷൻ കാരണം എനിക്ക് ബോത്ത് സന്തോഷവും വരാറുണ്ട്, അറ്റ് ദ സെയിം ടൈം പണ്ടത്തെ കാലം ഓർമ്മ വരാറുണ്ട്, കുറച്ച് പെയിനും വരാറുണ്ട്. ഇത്രയും ഉണ്ടായിരുന്നോ അല്ലേ. എനിക്ക് റിയൽ ജെന്യൂനായിട്ട് ഞാൻ ആക്ച്വലി ആരും ഫീൽ ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ല, കുറച്ചൊരു ജെന്യൂനായിട്ട് പറയുന്നതുണ്ടാവാം. പക്ഷെ അപ്പോഴും എനിക്കൊന്നും കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. എനിക്ക് അപ്പം എൻ്റെ ജെന്യൂൻ കാരണം വന്ന ഒരാളാണ് എൻ്റെ കണ്ണമ്മ. അതുകൊണ്ടാണ് ഇത് കല്യാണം വരെ എത്തിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പറയുന്ന പോലെ എൻ്റെ ഈ സോഷ്യൽ മീഡിയ ഇതാണെങ്കിൽ പോലും ഹാൻഡിലാണെങ്കിൽ പോലും ഈ പറയുന്ന പോലെ വലിയ രീതിയിലുള്ള ഫെയിമോ അല്ലെങ്കിൽ വലിയ എന്തോ സംഭവമാണെന്നൊന്നും അല്ല പറയണത്. നമുക്ക് ചിലപ്പോൾ 1-2 ആൾക്കാർ മാത്രമായിരിക്കും നമ്മളെ നമ്മുടെ ഫേസ് ഒക്കെ കുറച്ച് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുക, അത്ര മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പം ഇന്നലകളിൽ നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞു പോലും നോക്കാതിരുന്ന ആൾക്കാർ പിന്നീട് ഇത് മാത്രം കണ്ടിട്ട് വരുമ്പോഴത്തേക്കും അത് നമുക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യണേ. പക്ഷെ ജെനുവിൻലി നമ്മളെ ഇന്നലകളിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടത് അതേപോലെ തന്നെ ഇന്നും നമ്മുടെ അടുത്ത് അതേപോലെ ഈ പറയുന്ന ഫെയിം കാര്യങ്ങളൊക്കെ ഒന്നുമില്ലാതെ നമ്മളെ വെറും മനുഷ്യനായിട്ട് മാത്രം ഫ്രണ്ടായിട്ട് മാത്രം കാണാൻ പറ്റുന്ന ചില ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം വന്നാൽ മതിയടേ. കാര്യം ഞാൻ ഇത്ര ഇതായിട്ട് മീൻസ് ഈ ഒരു കേസിൽ ഇത്രയും ഇത് സംസാരിക്കുന്ന കാര്യം മറ്റൊന്നുമല്ല, ഈ ഫെയിം മാത്രം നോക്കി ഫ്രണ്ട്ഷിപ്പ് കൂടാൻ വരുന്ന ചില ആൾക്കാരുണ്ട്. സീരിയസ്ലി പറയാണ്, ഇപ്പം നിങ്ങളൊരു വലിയൊരു ഇൻഫ്ലുവൻസറോ വലിയൊരു ഫോളോവർ കൗണ്ടുള്ള ആളോ ആവണമെന്നൊന്നും യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഈ ഫെയിം മാത്രം നോക്കിയിട്ട് വരുന്ന കുറച്ച് ആൾക്കാരുണ്ട് സീരിയസ്ലി. നമുക്ക് ഒരുപാട് പേർക്ക് ഇപ്പൊ കണ്ടന്റ് ഇല്ല, they don't know what to do in Instagram, YouTube. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് അവരെ കുറ്റം പറഞ്ഞ് കളിയാക്കി ചെയ്യുന്ന പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പേരൊന്നും. അത് വളരെ മോശമായ ഒരു കരിയറാണ്, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവർക്കത് നോക്കുമ്പോൾ ഓക്കെ അത് ഫണ്ണായിരിക്കാം. ഏതൊരാളെ ആയാലും കളിയാക്കിക്കൊണ്ട് നമ്മൾ കഞ്ഞി കുടിക്കുന്നത് വളരെ മോശമാണ്. നമ്മളെ ആണല്ലോ മറ്റം ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ദിയ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിനെ വളരെ എന്താ പറയുക നല്ല രീതിയിൽ തന്നെ റെസ്പെക്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവരുടെ കണ്ടന്റ് എടുത്തിട്ട് തന്നെയാണ് ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ചെയ്തത്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇതിനൊരു ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഞാൻ എൻ്റെ കാര്യമൊന്നും അല്ല പറയുന്നത്, അത്യാവശ്യം നല്ല രീതിയിൽ കിടലൻ രീതിയിൽ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്ത് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഫണ്ണായിട്ടുള്ള രീതിയിൽ സീരിയസ് ആയിട്ട് ചെയ്തിട്ട് പോകുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴും പലരും ആൾക്കാർ അവരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ചെയ്യുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ടന്റ് എടുത്ത് നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കിന് ഇത്ര വലിയ റിഗ്രറ്റ് തോന്നേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ റിഗ്രറ്റ് തോന്നുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇത്ര മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ബിസിനസ്സുകാരും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണ്? ബാക്കിയുള്ളവരുടെ സംഭവത്തെ അടിച്ച് താഴ്ത്തിയിട്ട് തന്നെയാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളവാകും എന്ന് പറയുന്ന പോലെ മറ്റൊന്നിനെ ചീയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആരും ഒന്നും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഒരാളെ കൊണ്ടിടുന്ന ഒരു സാധനം നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അല്ലെങ്കിൽ കമന്റ് ബോക്സ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് എല്ലാവർക്കും അതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കി വെക്കുന്ന അത്തരം സാധനങ്ങളാണ് ഈ പറയുന്ന പോലെ റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെന്താ ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ഇരിക്കുന്ന പാർട്ടിക്കാരെയാണെങ്കിൽ നല്ല തെരുവിളിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അടിച്ച് താഴ്ത്തി വെച്ചിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത്. ഇവിടുത്തെ ബിസിനസ്സുകാരെന്താണ് ചെയ്യുന്നത്? ഒരാൾക്ക് AB എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതേ പ്രോഡക്റ്റ് വിൽക്കുന്ന ബാക്കിയുള്ള കമ്പനിക്കാരെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ആണെങ്കിൽ ഡയറക്ട്ലി അല്ലെങ്കിൽ പബ്ലിക്കലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി ഈ അന്തപുരത്തിൽ ഇരുന്നുകൊണ്ട് അവരെ അടിച്ച് താഴ്ത്തി ചെയ്യുന്ന പരിപാടികളൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങനെ റിഗ്രറ്റ് കാര്യങ്ങളൊന്നും തോന്നേണ്ട ആവശ്യമില്ല. പിന്നെ ദിയ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ റെസ്പെക്ട് തന്നെ ചെയ്യുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ people think they know me. That's the sad part. They see what I show them. They do not see what I don't want to show them. They don't know എന്താണ്. അപ്പോൾ ഞാനിപ്പോൾ പഠിച്ചൊരു കാര്യം പ്രൈവറ്റ് ആയിട്ട് നമുക്ക് ലൈഫ് ഉണ്ടായിരിക്കണം, which people shouldn't know. അവർ അതിനകത്തോട്ട് വരരുത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എൻ്റെ വെഡിങ് പോലും I'm keeping it very private. I wish to be more calm, silent, എല്ലാം പ്രൈവറ്റ് ആയിട്ട് ചെയ്യുക. ആൾക്കാരെ കാണിക്കാനുള്ളത് കാണിക്കാം. ബിക്കോസ് ഞാൻ സോഷ്യൽ മീഡിയയിലാണ് എൻ്റെ കരിയർ. എനിക്ക് അവിടെ കൂടെ എനിക്ക് വരുമാനമുള്ളൂ. അല്ലാതെ ഇയാളുടെ പോലത്തെ ബ്രെയിൻ ഒന്നും എനിക്കില്ല. സോഫ്റ്റ്വെയർ ഡെവലപ്പിംഗ് ഒന്നും ചെയ്യാനുള്ള ബുദ്ധിയൊന്നും എനിക്ക് തന്നിട്ടില്ല. ഇതിനകത്ത് ദിയ പറഞ്ഞു വെക്കുന്ന ഒരു കേസുണ്ട്. സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഞാൻ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഭാഗങ്ങൾ മാത്രം ആൾക്കാർ കണ്ടാൽ മതി, അല്ലാതെ പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ആൾക്കാർ കാണാന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്. സത്യം പറഞ്ഞാൽ അടിപൊളിയാണ്. എല്ലാ ഈ പറയുന്ന യൂട്യൂബേഴ്സ് ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതേപോലെ എല്ലാ കാലവും ചെയ്യാൻ പറ്റട്ടെ. കാര്യം ഇവിടെ പല ലൈഫ് സ്റ്റൈൽ ബ്ലോഗേഴ്സിനാണെങ്കിലും ഒരു ലിമിറ്റ് കഴിയുമ്പോഴത്തേക്കിന് കണ്ടന്റ്സ് ഇല്ലാണ്ടാവുമ്പോഴത്തേക്കിന് അവരുടെ പ്രൈവറ്റ് ലൈഫ് എക്സ്പോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം പല ആൾക്കാർക്കും ഉണ്ടാവുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു കേസിൽ നമ്മുടെ കാര്യങ്ങൾ ആൾക്കാർ കാണണം എന്നുള്ളത് മാത്രം ആളുകളെ കാണിച്ചാൽ മതി.
ഓക്കെ, ഇവിടെയുള്ള പല ആൾക്കാർക്കും ഇങ്ങനത്തെ ചില അബദ്ധങ്ങൾ പറ്റി പോകുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ, പിന്നെ സോഷ്യൽ മീഡിയ ഫേസ് ആണല്ലോ, ഇന്ന് നമ്മൾ ഈ പറയുന്ന സന്തോഷത്തിന്റെ ഹാപ്പിനെസ്സിലേക്ക് കാണിക്കുന്ന സാധനം നാളെ ഉൾട്ടടിച്ചിട്ട് നമ്മുടെ മണ്ടയ്ക്ക് മറ്റൊരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമാവൂടെ. പിന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക് ആക്കുമ്പോഴത്തേക്കിന് നേരത്തെ ദിയ പറഞ്ഞ പോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് നമ്മൾ. അപ്പോൾ ഈ പറയുന്ന അതിനകത്തുള്ള എന്തെങ്കിലും ശരികേടുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അഭിപ്രായം ഒന്നും നമുക്ക് പറയണം താല്പര്യം ഉണ്ടായിരിക്കത്തില്ല. പക്ഷേ പാർട്ട് ഓഫ് കോണ്ടന്റ് ക്രിയേഷൻ, നമുക്ക് മാസാവസാനം പൈസ ഉണ്ടാക്കണം എന്നുള്ള ഇതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആളുകൾക്ക് അതിനകത്ത് കയറിയിട്ട് സംസാരിക്കേണ്ടതായിട്ട് വരും. പിന്നെ അത് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ പിന്നെ കുറച്ചുകൂടെ മയത്തിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഈ കമന്റ് ബോക്സിൽ വരുന്ന ആൾക്കാരുടെ കാര്യം അങ്ങനെയുള്ള ആൾക്കാർ വന്നിട്ട് ഒരു ലൈസൻസും ഇല്ലാതെ ലഗാനും ഇല്ലാതെ എന്തൊക്കെയാണ് പടച്ചു വിടുന്നത്. പിന്നെ അശ്വിനാണെങ്കിൽ ലൈഫിലോട്ട് വന്നതിന് ശേഷം ദിയക്കുണ്ടായിട്ടുള്ള കുറച്ച് മാറ്റങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ വെക്കാം. എന്റെ അടുത്ത് ഒന്നിച്ചിരി സ്നേഹത്തോടെ ഒരാൾ ഫേക്ക് സംസാരിച്ച് ഞാനങ്ങ് വിശ്വസിക്കും, ഓ നല്ലവനാ, അവൻ നല്ലവനാ, ആ ഒരു കാര്യം. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിഞ്ഞോണ്ടേ ഇരുന്നതെന്നായിരുന്നു ഞാൻ 2 വർഷം മുന്നേ അറിഞ്ഞത്. കൂടെ നിന്നവര്, അതായത് എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ബില്ല് വരുമ്പോഴല്ലോ എല്ലാം കൈ കഴിച്ചു അതിയെ കൊടുത്തോളൂല്ലോ. അത് ആദ്യമൊക്കെ നമുക്ക് ഓക്കെയാണ്, ഓ എല്ലാവരും എന്നെ വലിയ പാർട്ടിയായിട്ട് കാണുന്നു. പിന്നെ ആകുമ്പോണ്ടല്ലോ ഏണിയാവും, എല്ലാ എണ്ണം കൂടെ കഴിച്ച് കൈ കഴിച്ചങ്ങ് പോകും. ഞാൻ എന്റെ കാടാ വരച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്കത് പിന്നീട് മനസ്സിലായി, എന്നെ ഇങ്ങനെ വല്ലാണ്ട് ഉപയോഗിക്കുന്നു, കുറച്ച് അധികം ഉപയോഗിക്കുന്നുണ്ടല്ലോ എല്ലാ എണ്ണം. അത് ഉപയോഗിച്ചതിന് ശേഷവും എന്നെ ഒരു കുറ്റമാണ് പറയുന്നത്. അങ്ങനെ കുറെ ടീംസ് ഉണ്ട്. കാര്യം നമ്മള് പല ആൾക്കാരും ഉണ്ടല്ലോ, നമ്മളെ ഉപയോഗിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ നിന്ന് കൊടുക്കാറുണ്ട്. കാര്യം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കളയണ്ട എന്ന് വെച്ചിട്ട് നമ്മൾ നിന്ന് കൊടുക്കാറുണ്ട്. എനിക്ക് അങ്ങനത്തെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മുമ്പ് ലാസ്റ്റ് മറ്റേ കാർത്തിക് സൂര്യ വീഡിയോ ലാസ്റ്റ് നമ്മൾ ചെയ്തപ്പോഴാണെങ്കിൽ അതിനകത്ത് പറഞ്ഞ ഫ്രണ്ട്സിന്റെ കുറച്ച് കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഉണ്ട്. നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ പൊട്ടന്മാരായതിന്റെ പേരിലൊന്നുമല്ല, നമുക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ട്. അവർ ഇങ്ങോട്ട് തിരിച്ച് ചെയ്യുന്നില്ലെങ്കിലും അങ്ങനെയുള്ളപ്പോഴാണെങ്കിൽ നമ്മൾ നിന്ന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, നമ്മളെ നല്ലപോലെ ആണെങ്കിലും മൂഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒപ്പം നമ്മുടെ കുറ്റം കൂടെ വന്ന് പറയാന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് പറയേണ്ടത്? അങ്ങനെയുള്ളവരെ നൈസായിട്ട് ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്ന പരിപാടി കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത്. പിന്നെ പല ആൾക്കാരും അത് എന്താ പറയുക തിരിച്ചറിയത്തില്ല. സീരിയസ്ലി പല ആൾക്കാരും തിരിച്ചറിയത്തില്ല. നമ്മളിപ്പോൾ ഒരു റോങ് പേഴ്സന്റെ കൂടെയാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക എന്നുള്ളത് പല ആൾക്കാരും തിരിച്ചറിയത്തില്ല. അപ്പം എന്തായാലും ദിയയ്ക്ക് ഇങ്ങനെ ഒരാൾ വന്നിട്ട്, അശ്വിൻ എന്ന് പറയുന്ന ഒരാൾ വന്നിട്ട് എടി നിന്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത് നല്ല കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരാൾ വേണം. അങ്ങനെ നല്ലൊരു സുഹൃത്തായിട്ട് നമ്മളുടെ ചുറ്റും നിൽക്കുന്ന, നമ്മളുടെ ചോര കുടിക്കാൻ നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മളെ നല്ല രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ലൈഫിൽ വേണം. അവിടെ ഭയങ്കര ലക്കിയാണ് ഞാൻ ആ കാര്യത്തിൽ നോക്കുകയാണ്. ഞാൻ എല്ലാത്തിനും എക്സൈറ്റഡ് ആവും. അത് എക്സൈറ്റഡ് ആവാനുള്ള കാരണമുണ്ട്. ഞാൻ ഇതിനെക്കാട്ടി ചെറിയ വീട്ടിലാണ് ഞാൻ ആക്ച്വലി താമസിച്ചിട്ടുള്ളത്. ഞാൻ നേരെ താമസിച്ചുള്ള വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലായിരുന്നു. നമ്മൾ പുറത്ത് ഇങ്ങനെ പോയിട്ട് അത് കുറച്ച് മീറ്റർ നടക്കണം, ഒരു 50 മീറ്റർ നടക്കണം. അപ്പം രാത്രി 11 മണിയൊക്കെ വന്നാൽ എന്താണെന്ന് അറിയാൻ സംഭവം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കണം. അതുകൊണ്ട് എനിക്ക് എന്തുകൊണ്ടല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് ഉണ്ട്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് അതുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. എന്ത് കണ്ടാലും ഇപ്പം അന്ന് മാത്രം എൻ്റെ അച്ഛനും അമ്മയും ഉണ്ടല്ലോ ഭയങ്കര റിച്ചായിട്ട് എന്നെ വളർത്തിയിട്ടുണ്ടല്ലോ, ഞാൻ നശിച്ചു തന്നെ ഉള്ളത് പറയാമല്ലോ. പൈസയുടെ വില എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് ഇതിൻ്റെയൊക്കെ വില എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഈച്ച് ഡേ എനിക്ക് നാളെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാളെ ഇതിനെ കാട്ടി ഞാൻ റൂമൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അയ്യോ സൂപ്പർ റൂം അല്ലേ, അടിപൊളി ബാത്റൂം. എനിക്ക് എപ്പോഴും ബാത്റൂം അടിപൊളിയായിരിക്കണം. എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ? ഇതായിരുന്നു റീസൺ. മനസ്സിലായ എല്ലാവർക്കും ഒരു ആ ഒരു ഭയങ്കര ബേസിക് നെസസിറ്റിയാണ് സംഭവം. ലൈഫിന്റെ പേർപ്പസ് അത് തന്നെയല്ലേ. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് എല്ലാം കാണുമ്പോഴേക്കും ഒരു അടിപൊളി സന്തോഷമായിട്ടിരിക്കണം. ആ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. അത് എവിടെ പോയാലും ശരി. എനിക്ക് യൂറോപ്പ് അശ്വിൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് സത്യം പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. കാര്യം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇതിനകത്ത് പറയുന്ന പോലെ പൈസയുടെ വാല്യൂ എന്താണെന്നും അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ ഡെയിലി ലൈഫ് ഹാപ്പി ആയിട്ട് പോകേണ്ടതാണ് എന്നൊക്കെ പറയുന്ന ഇങ്ങനത്തെ തിരിച്ചറിവ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിനകത്ത് അശ്വിൻ പറയുന്നൊരു കാര്യമുണ്ട്, എന്നെ റിച്ചായിട്ട് ചെറുപ്പത്തിലെ വളർത്തിയിരുന്നെങ്കിൽ ഞാൻ ഒരു പക്ഷേ നശിച്ചു പോയെന്നുള്ള. ഇത് പൊതുവെ ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. കാര്യം നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ കഷ്ടപ്പാട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊക്കെ വളർന്നു വരുമ്പോൾ ജീവിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളുടെയൊക്കെ വാല്യൂസ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അഹങ്കാരം നമുക്ക് ഒരിക്കലും മനുഷ്യന് തോന്നാതിരിക്കണമെങ്കിൽ ഇതുപോലത്തെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കണം എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക കുറേ ആളുകളുടെ തെറ്റിദ്ധാരണയാണ് സീരിയസ്ലി. കാര്യം എത്രയോ ആൾക്കാരുണ്ട് റിച്ചായിട്ട് പട്ടുമെത്തയിൽ ജനിച്ച് വളർന്നിട്ടുള്ള എത്രയോ ആളുകളാണെങ്കിൽ വളർന്നു വരുമ്പോഴത്തേക്കിന് പൈസയുടെ വാല്യൂ മനസ്സിലാക്കുന്ന ആൾക്കാർ, ചുറ്റുമുള്ള ആൾക്കാരുടെ വിഷമങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കുന്ന അഹങ്കാരമില്ലാത്ത എത്രയോ ആളുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അനുഭവിച്ചാൽ മാത്രമേ നമുക്ക് പൈസയുടെ വാല്യൂ ഒക്കെ അറിയാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. അതൊരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ വളർന്നു വന്നൊരു സാഹചര്യത്തിൽ നിന്ന് ഇതുപോലെ പൈസയുടെ കാര്യങ്ങളൊക്കെ വാല്യൂസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ അശ്വിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ അതിനെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ലൈഫിലുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ നല്ല രീതിയിൽ തന്നെ അശ്വിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ആണെങ്കിൽ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷേ ഇത്
റിച്ച് അല്ലാതെ വളർന്നിട്ടുള്ള എത്രയോ ആളുകളുണ്ട്, വളരെ മോശം രീതിയിലേക്ക് പിന്നീട് വളർന്നു പോയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ച് വളർന്നാൽ മാത്രമേ ഈ പറയുന്ന വാല്യൂസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്നത് ഒരു തെറ്റിദ്ധാരണയാണ്. ആദ്യത്തെ ബ്രാൻഡഡ് ഷർട്ട് ഇടുന്നത് പുള്ളിക്കാരി മേടിച്ചു തന്നിട്ടാണ്. അലൻ സോളിയൊക്കെ എന്താണ് ഇന്റർവ്യൂ ബേസിസിൽ ഇത് ബ്ലാക്ക്ബെറി ഞാൻ ആക്ച്വലി എടുത്തിട്ട് വന്നതാണ്. 100 രൂപയുടെ വാച്ച് അല്ല ഞാൻ ഇട്ടിട്ടില്ല ഇതുവരെ. എനിക്ക് എന്റെ ഇപ്പം ഞാൻ നോക്കുവാണെങ്കിൽ എനിക്ക് ഇത്രയും വാച്ചുകളുണ്ട്. ഞാൻ ഇന്നിപ്പോ ഇന്റർവ്യൂ കിട്ടുന്ന വരുന്നത് ബ്ലാക്ക്ബെറിയുടെ ഷർട്ടാണ്. ഇത് കൊണ്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടം ഉണ്ടെന്ന് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഒരു ചെറിയ അങ്ങനെ രീതി പറഞ്ഞോട്ടെ, കുഴപ്പമില്ല, എനിക്കല്ലേ ആ ഫീൽ മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കംഫർട്ടബിൾ ഞാൻ ഈ ഷർട്ടിലല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞത്. തിരിച്ചശ്വിൻ അത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈവൻ നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും വിഷ്വലിൽ കാണുമ്പോഴേ ആ നിൽക്കുന്ന ഇട്ടിട്ട് എന്റെ മറ്റേ ഉള്ളണ്ടല്ലോ, സാധാരണ ബെഡ് ഉണ്ടല്ലോ, അതിൽ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ബെഡ് കണ്ട് ശീലമില്ല. ഞാൻ തറയിൽ കിടന്നാണ് എനിക്ക് ആക്ച്വലി കുറച്ചുകൂടെ ഉറക്കം കൂടുതൽ വരുന്നത്. എന്നാലേ അടിപൊളി നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഒരു കംഫർട്ടാണ് നമ്മള് പഴയ കാര്യങ്ങളോട്, അതായത് വളർന്നു വന്നിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് എനിക്ക് അങ്ങനെ പഴയ പോലെ തന്നെ ഇങ്ങനെയൊക്കെ തറയിലൊക്കെ കിടന്നാൽ മാത്രമേ ഉറക്കം വരൂ, അതാണ് കുറച്ചുകൂടെ കംഫർട്ടൻസ് ഒക്കെ പറയുന്നത്. ആ ഒരു ജീവിതം വളർന്നു വന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ ഒക്കെ രീതിയിലൊക്കെയാണ് അശ്വിൻ പറയുന്നത്. അത് നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ് അശ്വിൻ പറയുന്നത്. പക്ഷേ നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം ഭയങ്കര ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സാധനമൊക്കെ ആയിരുന്നു. പിന്നീട് നമുക്ക് നാളെ നല്ലൊരു കാലം ഉണ്ടായപ്പോഴത്തേക്കിന് ഇപ്പോൾ വാട്ട് എവർ എങ്ങനെ ആയിക്കോട്ടെ ആ ഒരു നല്ല കാലം ഉണ്ടാവുന്നത് നമുക്ക് നാളെ, ഇന്നിപ്പോൾ പായിൽ കിടന്നിരുന്ന ആൾക്കാർക്ക് നാളെ ആണെങ്കിൽ നമുക്ക് കട്ടിലിൽ നല്ല മെത്തയിൽ കിടക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കട്ടെ. അപ്പം നമ്മൾ ആ നല്ലൊരു അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്കിന് അത് അല്ലെങ്കിൽ അതിനെ ആണെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് ഇങ്ങനെ ഒരു റിഗ്രറ്റ് എന്ന് പറയുന്നൊരു സാധനം തോന്നേണ്ട ആവശ്യമില്ല. കാരണം അശ്വിൻ്റെ ഒരു സംസാരത്തിൽ നിന്നാണെങ്കിൽ പല ആൾക്കാർക്കും ഉള്ള ഒരു സാധനമാണ്. എനിക്ക് അതിൽ തന്നെ പഴയ നമ്മൾ വളർന്നു വന്ന ബുദ്ധിമുട്ട് എങ്ങനെയായിരുന്നു, അങ്ങനെ തന്നെ കിടന്നാൽ മാത്രമായിരുന്നു നമുക്കൊരു സന്തോഷ സമാധാനം കിട്ടാന്നൊക്കെ പറയുന്നത്. എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത്? നമുക്ക് നല്ല കാലം ഉണ്ടാകുമ്പോൾ നല്ല രീതിയിൽ തന്നെ ജീവിക്കുക. നമുക്ക് മെത്തേ കിടക്കാൻ അവസരം കിട്ടിക്കഴിഞ്ഞാൽ മെത്തയിൽ കിടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മൾ മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലകളിൽ നമ്മൾ ഇത്ര ബുദ്ധിമുട്ട് അനുഭവിച്ചു, അതുകൊണ്ട് ഇന്ന് ഞാനിത് ആസ്വദിക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ അതിങ്ങനെ ഒരു റിഗ്രറ്റ് ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് എനിക്ക് ഇഷ്ടമാണ്. വേറെ എന്താ പറയുക, അങ്ങനെ എല്ലാവരും എന്നെ ശ്രദ്ധിക്കണമെന്നൊന്നും എനിക്കില്ല. മനസ്സിലായി, എന്റെ വ്ളോഗ്, എന്റെ ലൈഫ്, എന്റെ ബിസിനസ് ആയിട്ട് ഞാൻ പോകുന്നു. എനിക്ക് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഷുഡ് ബി മൈ ഹസ്ബൻഡ് ആൻഡ് മൈ ബേബീസ്. എന്റെ വീട്, എന്റെ അടുത്ത് വേറെ ആരും ഒരു സംസാരിക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി നമ്മുടെ ഒരു വേൾഡ്. ഇപ്പൊ എന്റെ ഫാമിലിയുടെ സൈഡിലായാലും ഒപ്പീനിയൻസ് ആരും എന്റെ കൊച്ചിന്റെ കാര്യത്തിൽ പറയും, ഇവന്റെ ഫാമിലി സൈഡിൽ ആരും പറയുന്നത്. ഇറ്റ് ഷുഡ് ബി നമ്മുടെ ലൈഫ്, വി ഡിസൈഡ് വാട്ട് ടു ഡു. ആ ഒരു ഇൻഡിപെൻഡന്റ് കൈൻഡ് ഓഫ് ലൈഫ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതെനിക്ക് കിട്ടി, അതിപ്പോ എനിക്ക് കിട്ടും, അതെനിക്ക് വൈകാതെ കിട്ടും. അതെനിക്ക് അറിയാം. ഐ ഹവ് ടോൾഡ് വാട്ട് ഐ വാണ്ട്. എനിക്കിപ്പോ ഐ നീഡ് എ സെപ്പറേറ്റ് ഹൗസ് ടു സ്റ്റേ. അതിപ്പോ ഇന്ന് റെന്റഡ് ഔട്ട് പ്ലീസ്. അങ്ങനെ നമ്മൾ തന്നെ റെന്റ് ഔട്ട് ചെയ്ത് നമ്മൾ തന്നെ അവിടെ സ്റ്റേ. എന്റെ വീട്ടിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറയാം, അപ്പോൾ നമുക്ക് എന്റെ വീട്ടിൽ ആക്സസ് ഉണ്ട്, തന്റെ വീട്ടിൽ ആക്സസ് ഉണ്ട്. ഇഫ് യു വാണ്ട് ടു ഗോ ടു യുവർ പ്ലേസ് യു ക്യാൻ ഗോ. ഇഫ് ഐ വാണ്ട് ടു ഗോ ഐ ക്യാൻ ഗോ. പക്ഷേ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നൺ ഓഫ് അവർ പേരൻസിന്റെ ഒരു ഒപ്പീനിയൻ നമ്മുടെ ലൈഫിൽ ഉണ്ടാവരുത്. അത് ആരും പറയുന്നല്ല, പക്ഷേ എനിക്കത് താല്പര്യമില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന അത് ശരിയാണ്. കാരണം ഈ പറയുന്ന പോലെ ഒരു കല്യാണം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ ഈ പറയുന്ന പെണ്ണിന്റെ വീട്ടുകാരാണെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ ഫാമിലി അതിൻ്റെ ഇടയ്ക്ക് കുറേ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ വന്നിട്ട് അവരുടേതായിട്ടുള്ള കുറേ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇൻ്റർഫിയർ ചെയ്തിട്ട് അതിനെ മൊത്തവും കുറച്ച് പ്രശ്നത്തിലോട്ടും കൊണ്ടെത്തിക്കുന്ന പേരൻസ് ഉണ്ട്, അതിനെ നല്ല രീതിയിലോട്ട് കൊണ്ടെത്തിക്കുന്ന പേരൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവർ രണ്ടും മാത്രമുള്ളൊരു ലൈഫ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു കോൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാര്യം പല സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ പല എന്താ പറയുക ഫാമിലി ലൈഫിലൊക്കെ ആണെങ്കിൽ കുറേ ഇഷ്യൂസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഈ തേർഡ് പേഴ്സൺ ഇതിനകത്ത് ഇന്റർഫിയർ ചെയ്ത് കുറച്ചുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയാണ്. അതിപ്പോൾ ഈ പറയുന്ന പോലെ പേരൻസ്, അച്ഛനമ്മ എന്ന് പറയുന്ന ആൾക്കാർ മാത്രമാവണമെന്നില്ല, ഫാമിലി റിലേറ്റീവ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഇവർ നല്ല അടിപൊളിയായിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടുകാരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടുകാരുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ഡിസ്റ്റൻസ് കറക്റ്റ് എന്താ പറയുക രണ്ടുപേർക്കും ഒരേ രീതിയിലൊക്കെ തന്നെയാണ്. അതെന്തുള്ളും നല്ല പരിപാടിയൊക്കെ തന്നെയാണ്. ഐ പേഴ്സണലി ഫീൽ ഒരു ഹസ്ബൻഡ് വൈഫ് തമ്മിൽ ഒരു ഇന്റിമസി വർക്ക്ഔട്ട് ആവണമെങ്കിൽ പോലും പേരൻസ് അവിടെ ഇൻവോൾവ് ആയിരിക്കരുത്. അത്ര നമുക്കേ ഒരു ചമ്മലുണ്ടാവും. വീട്ടുകാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പ്രേമിച്ച് വെച്ചോണ്ടിരിക്കുന്നത് നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ നോട്ട് പോസിബിൾ. പിന്നെ അങ്ങനെയൊന്നുമില്ല. അയ്യോ നമ്മള് ഞാനങ്ങനെ തുടർന്നില്ല, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്നൊക്കെ. നമ്മള് നാഗർകോവിലെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു, ഇവരുടെ കുടുംബ ക്ഷേത്രത്തിൽ. അത് തന്നെയാണ്. അവിടെ പോയ ഇവന് പണ്ടായിരുന്നു ഇപ്പൊ ഇവന്റെ പേരൻസ് നിൽക്കുമ്പോൾ എന്നെ ഒന്ന് കൈപിടിക്കാനോ ചമ്മലായിരുന്നു. അവിടെ അവര് നോക്കി നിൽക്കുമ്പോൾ ഇവ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഇങ്ങനെ പിടിച്ചു വെക്കുന്നുണ്ട്. ഇപ്പൊ അവന് ഒരു കുഴപ്പമില്ല. ഈസ് ലൈക്ക് യൂസ് ടു ഇറ്റ്. അങ്ങനെ എനിക്കിപ്പോൾ വലിയ വീട്ടുകാർ നിൽക്കുന്ന വലിയ കുഴപ്പമില്ല. ഇപ്പൊ തന്നെ വി മൈറ്റ് ഈവൻ ഗോ ഫോർ വെഡിങ് കഴിഞ്ഞ് നമ്മൾ ചിലപ്പോൾ ഒരു ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഈസ് ഓൾസോ ദർ. മിക്കവാറും വെഡിങ് കഴിഞ്ഞാൽ ഹണിമൂൺ വേറെ മണിമൂണായിട്ടിരിക്കും. അങ്ങനെ നമുക്ക് ഒരു സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കാനാണ് താല്പര്യം. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. ഇതിനകത്ത് ദിയ പറയുന്ന കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് തോളോട് തോളൊന്ന് പിടിക്കാനും
അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചിരിക്കാനും ഒക്കെയാണ് ചമ്മൽ കാര്യങ്ങളൊക്കെ തോന്നുന്നത് പറയുന്നത്. സത്യമായിട്ടുള്ള കാര്യമാണ്. സീരിയസ്ലി പല ആൾക്കാരും ഈ പറയുന്ന കുറച്ച് എന്താ പറയുക റൊമാൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കൂടുതൽ അങ്ങ് ഒഴിച്ച് മാറ്റി വെക്കുന്നതൊക്കെ ഈ പേരൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവരുടെ മുന്നിൽ സീരിയസ് ആയിട്ടും ഒന്ന് തോളെ കൈയിട്ടിരിക്കാനെ കൊണ്ട് നല്ല ചമ്മൽ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പല ആൾക്കാരും ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ടിരിക്കാം. പേരൻസ് അയ്യോ അച്ഛനും അമ്മയൊക്കെ കാണുമല്ലോ എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതേ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കിന് ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ലൈഫ്, ഇവരുടേതായിട്ടുള്ള വീട്, ഇവരുടേതായിട്ട് മാത്രമുള്ളൊരു സ്പേസ്, ഇവർ രണ്ടും മാത്രം, ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളും ഒരു രീതിയിൽ ഇൻ്റർഫെയർ ചെയ്യാൻ വരുന്നില്ല. അതൊക്കെ നല്ല അടിപൊളി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ ഇതിനകത്ത് ആസ് എ ഹോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചെറിയ കാലങ്ങൾ അനുഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ കാലവും അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കഴിഞ്ഞ കാലം കഴിഞ്ഞു. നല്ല കാലം ഉണ്ടാകുമ്പോൾ നല്ല കാലത്തിനെ അക്സെപ്റ്റ് ചെയ്യുക, അത് ആസ്വദിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.